ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ ജിഹാദിനെ സംബന്ധിച്ച് വിവരിക്കുന്ന വിശാലമായ അധ്യായത്തിൽ ഫത്ഹു മക്കയെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ വളരെ വിചിത്രമായി തോന്നിയൊരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫത്ഹ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച വേളയിൽ ഈ ഒരു വിഷയം ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ രഹസ്യമായിട്ട് കത്തെഴുതി മക്കക്കാരെ അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വഴി മധ്യേ പിടിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ഏതു തന്നെ ആയാലും ഈ ഒരു വാർത്ത അബൂ സുഫിയാൻ്റെ അടുക്ക് എത്തുകയുണ്ടായി. അങ്ങനെ അബൂ സുഫിയാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം മദീനയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നേരത്തെ ഹുദൈബിയയിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ആ ഉടമ്പടി പുതുക്കാനും അത് നീട്ടാനും വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഒരു യുദ്ധ നടപടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് അദ്ദേഹം വന്നു. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് അദ്ദേഹം ചെന്നിട്ടുള്ളത്. ഉമ്മു ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിലേക്ക് അബൂ സുഫിയാൻ വന്നിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇരിക്കാൻ ഒങ്ങിയ സമയത്ത് ഉമ്മു ഹബീബ ആ വിരിപ്പ് മടക്കി കളഞ്ഞു, ഇരിക്കാൻ സമ്മതിച്ചില്ല എന്നാണ്. അപ്പോൾ അതിനെ ചോദിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിരിപ്പിൽ താങ്കൾ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല, കാരണം താങ്കൾ നജസാണെന്ന് ആര് പറഞ്ഞു? സ്വന്തം മോള് ഉപ്പാനോട് പറയണം, കാരണം താങ്കൾ അശുദ്ധമാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല പിന്നീട് പിറ്റേന്ന് എന്ത് ചെയ്തു? അബൂ സുഫിയാൻ നേരെ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു, ഈ സുൽഹ നീട്ടാനും യുദ്ധത്തിൽ പിന്തിരിയാനും വേണ്ടിയിട്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും തന്നെ മറുത്തു പറഞ്ഞില്ല. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇതിലെനിക്ക് യാതൊരു ഹൈലത്തുമില്ല, എനിക്ക് യാതൊരു ഈ വിഷയത്തിൽ ഒരു തീരുമാനവും എൻ്റേതായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ തീരുമാനിക്കുക അതാണ് എൻ്റെ തീരുമാനം. പിന്നീട് അബൂ സുഫിയാൻ ചെന്നത് നേരെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. എന്തിനു വേണ്ടിയാണ്? ഉമർ റളിയല്ലാഹുവിനോട് സംസാരിച്ച് സമ്മതിപ്പിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന അശ്ഫഉ ലക്കും ഇലാ റസൂലില്ല. അദ്ദേഹം ചോദിച്ചു, അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എൻ്റെ അടുത്തേക്ക് നിങ്ങളെക്കുറിച്ച് ശുപാർശ ചെയ്യുകയോ? അത്ഭുതം തന്നെ. ഫവല്ലാഹി ലൗ ലം അജിദ് ഇല്ല ദർറ ലജാഹത്തുക്കും ബിഹി. എനിക്കൊരു ചെറിയ ഉറുമ്പ് മാത്രമാണ് എനിക്ക് എൻ്റെ കൂടെ കിട്ടുന്നതെങ്കിൽ ആ ഉറുമ്പിനെയും കൂട്ടി ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോടാണ് നിങ്ങൾ റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നതാണ് ഉമർ ചോദിച്ചിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ അബൂ സുഫിയാന് വലിയ ദേഷ്യം വന്നു. അദ്ദേഹം പിന്നീട് അലി ബിൻ അബി താലിബിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ സംസാരിച്ചു. ഒരു സഹാബിയും എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് തയ്യാറായിട്ടില്ല, റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകമാണ്, എനിക്കൊരു ഉറുമ്പിനെ മാത്രമാണ് കൂട്ടായി കിട്ടുന്നതെങ്കിൽ ആ ഉറുമ്പിനെയും കൂട്ടി ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുമെന്നതാണ്. ഇതിന് ശേഷം അബൂ സുഫിയാൻ നേരെ എന്ത് ചെയ്യാണ്? മക്കയിലേക്ക് പോയിട്ട് മക്കയിലെ ആളുകൾ ചോദിച്ചു, എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, എന്തെങ്കിലും നടന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ സുഫിയാൻ മക്കക്കാരോട് പറഞ്ഞത്, ഞാൻ മുഹമ്മദിനോട് സംസാരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ ഒന്നും തന്നെ മറുത്തു പറഞ്ഞില്ല. പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് പോയി, പക്ഷേ അദ്ദേഹം തയ്യാറായില്ല. പിന്നെ ഉമറിൻ്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു, ഫവജത്തുഹു അദ്നൽ അദുവ എന്നാണ് പറഞ്ഞത്. ഉമറിനെ ഞാൻ കണ്ടെത്തിയത് ഏറ്റവും ശക്തനായ, നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ്, പ്രകടമായിട്ടുള്ള ശത്രുവായിട്ടാണ് ഉമറിനെ ഞാൻ കണ്ടത് എന്നാണ് പറയുന്നത്. ഉമറിൻ്റെ പ്രത്യേകം ഉമറിൻ്റെ ആ ശത്രുത പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. മാത്രമല്ല പിന്നീട് ഫത്ഹ് നടന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന് അഭയം നൽകുന്നുണ്ട്. അബൂ സുഫിയാൻ്റെ കീഴിൽ അഭയം തേടുന്ന ആളുകൾക്കും അഭയം നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ വിഷയം കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നുകൂടെ ആലോചിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് പോയിട്ടുള്ളത്. കാരണം എന്നിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു, ദഅനി യാ റസൂലല്ലാഹ് അദ്റിബു ഉനഖ അബീ സുഫിയാൻ, അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ താങ്കൾ വിട്ടേക്കണം, ഞാൻ അബൂ സുഫിയാൻ്റെ കഴുത്ത് പോയിട്ട് വെട്ടട്ടെ എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഈ ഒരു സംഭവത്തിൽ ഒന്ന് നോക്കൂ, സ്വന്തം മകളായ ഉമ്മു ഹബീബയുടെ ഒരു മുശ്രിക്കായ പിതാവിനോടുള്ള ആ ഒരു വിഷയത്തിലുള്ള വിമുഖത എത്രയാണെന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബറാഅത്ത്
ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കളോട്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശത്രുക്കളോട്, ദീനിൻ്റെ ശത്രുക്കളോട് ഏത് തരത്തിലാണ് അദ്ദേഹം സമീപനം സ്വീകരിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്താണ്? അശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ. അള്ളാഹുവിൻ്റെ ദീനിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് നിലകൊള്ളുന്നത് ഉമറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വപ്നം കണ്ടിട്ടുണ്ട്. പല ആളുകളും പല വസ്ത്രങ്ങൾ ധരിച്ചതായിട്ട്. ചിലരുടെ വസ്ത്രങ്ങൾ എന്താണ്, അവരുടെ പകുതി വരെ എത്തുന്നുണ്ട്, ചിലരുടെ മുട്ട് വരെ എത്തുന്നുണ്ട്, ചിലരുടെ കണങ്കാല് വരെ എത്തുന്നുണ്ട്. ഉമറിനെ കണ്ടതോ സ്വപ്നത്തിൽ ഉമർ തൻ്റെ വസ്ത്രവുമായിട്ട് വലിച്ചഴിച്ച് നടക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ട് പറഞ്ഞത് എന്താണ്? അത് ദീനായിരിക്കും എന്നതാണ്. കാരണം അത്രയും അധികം ദീനുള്ള വ്യക്തിയാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. മാത്രമല്ല അഖ്തദു ബില്ലദീനി മിൻ ബഅദി അബൂബക്രിൻ വ ഉമർ, അല്ലെങ്കിൽ അബൂബക്രിൻ വ ഉമർ, രണ്ടാളുകളെ നിങ്ങൾ എനിക്ക് ശേഷം പിൻപറ്റണം, അവരെ നിങ്ങൾ മാതൃകയാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരിൽ അബൂബക്കറിനെയും ഉമറിനെയുമാണ് റളിയല്ലാഹു അൻഹുമ. അപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശത്രുക്കളോട്, അള്ളാഹു സ്വന്തം അവരെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്ന, അവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്ന, റിസ്ക് നൽകുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിനെതിരിൽ പണിയെടുക്കുന്ന ആളുകളോട് നമ്മൾ സ്നേഹബന്ധം പുലർത്തുക എന്ന് പറയുന്നത് അത് ഗുരുതരമായ വിഷയമാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് നേർ വിപരീതമായ വിഷയമാണ്. കാരണം ദീൻ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മനസ്സിൻ്റെ പ്രധാനമായിട്ട് ഏറ്റവും മഹബത്താണ് അതിൽ വരുന്നത്. അള്ളാഹു പറഞ്ഞത് എന്താണ്? അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിഭാഗത്തെക്കുറിച്ച് ഐസ്സത്തിൻ അലൽ അദില്ലത്തിൻ അലൽ മുഅ്മിനീന ഐസ്സത്തിൻ അൽ കാഫിരീൻ, അല്ലേ? മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം വിനയത്തോടു കൂടി അവർ പെരുമാറും. കാഫറുകൾക്ക് മേൽ ഏറ്റവും പ്രതാപവാന്മാരായിട്ട് അവരുടെ മേൽ ഒരു ഔന്നിത്യത്തോടു കൂടിയാണ് അവർ നിലകൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഈ ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ ഈ ഒരു രണ്ട് മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും തമ്മിലുള്ള വേർതിരിവുകൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പല വിഭാഗങ്ങളുള്ള ഒരു സാഹചര്യത്തിലും ആ ഒരു വേർതിരിവ് നമ്മൾ ശക്തമായി നിലനിർത്തണമെന്നാണ്. ആ ഒരു തമയ്യുസ് ശക്തമായി നിലനിർത്തേണ്ടതാണ്. അത് നമ്മുടെ വിശ്വാസകാര്യങ്ങൾ വേർതിരിവ് വെച്ച് പുലർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആദത്തുകളിലും നമ്മുടെ രീതികളിലുമെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകളിലും മറ്റ് എല്ലാ വിഷയങ്ങളിലും, വസ്ത്രധാരണങ്ങളിൽ എല്ലാം ആ വേർതിരിവ് വെച്ച് പുലർത്തേണ്ടതുണ്ട്. അത് ദീനിൻ്റെ ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്നാണ്. കാരണം നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ പിൻപറ്റാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിനെ വിശ്വസിച്ച അനുയായികളും കുഫാറുകളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇന്ന ബുറാഉ മിൻകും എന്നാണ്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ബറാഅത്ത് പറഞ്ഞവരാണ്. എന്നിട്ട് മാത്രമല്ല വബദാ ബൈനനാ വബൈനകുമുൽ അദാവ, ഞങ്ങൾക്കും നിങ്ങൾക്കിടയിൽ ശത്രുത വെളിവായിട്ടുണ്ട് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ, ആ ശത്രുത നീങ്ങിപ്പോകാനുള്ള ഇതെന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നത് വരെ എന്നാണ്. അതുവരെ ആ ശത്രുത നിലനിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ എല്ലാം നമുക്ക് പതിവായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റ് സഹാബിമാരെയും സലഫുകളുടെയും ഒക്കെ ജീവിതത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമാനമായ പല സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്.